ഞങ്ങളുടെ ചെയർമാൻ മമ്മൂക്കയും ഒപ്പം തന്നെ ഞങ്ങളുടെ MP ഡോക്ടർ ജോൺ ബ്രിട്ടാസും ഈ പരിപാടിയിൽ സംസാരിച്ചതിനെ കുറിച്ച് കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. ആരും കണ്ടുപിടിക്കാതെ പോയ പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുകയാണ് കൈരളി TV ജ്വാല അവാർഡിന്റെ ലക്ഷ്യമെന്ന് പത്മഭൂഷൺ ഞങ്ങളുടെ ചെയർമാൻ മമ്മൂട്ടി പറഞ്ഞു. ചെറിയ ആശയങ്ങളിലൂടെ വലിയ ജീവിതങ്ങൾ പടുത്തുയർത്തുന്നവരാണ് ജ്വാല അവാർഡ് ജേതാക്കളെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. കൈരളി എല്ലാ അവാർഡുകൾക്കും അതിൻ്റേതായ പ്രത്യേകതയുണ്ടാകും, അതിൻ്റേതായ ഭംഗിയുണ്ട്. അത് കൈരളിയുടെ സമീപനത്തിലുള്ള ആത്മാർത്ഥത കൊണ്ടാണ്. ഒരു തരത്തിലുള്ള കരടും കലർപ്പും കലരരുത് എന്ന് വിചാരിച്ച് നടത്തുന്ന അവാർഡാണ്. കൈരളിയുടെ ഓരോ അവാർഡും ഒരു നിലപാടാണെന്ന് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് മമ്മൂട്ടി പറഞ്ഞു. സമൂഹത്തിലെ മാറ്റങ്ങളും വ്യതിയാനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന കൈരളിയുടെ ദൗത്യത്തിന്റെ ഭാഗമായാണ് ആരും കണ്ടുപിടിക്കാതെ പോയ മനുഷ്യരെ കണ്ടെത്തി ആദരിക്കുന്ന ജ്വാല പോലുള്ള പുരസ്കാരങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ അവാർഡ് തന്നെ കൈരളിയുടെ ഒരു വികാരമാണ്. അതായത് സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്നൊരു മാധ്യമമാകണം ഞങ്ങളെന്ന് ഞങ്ങൾക്ക് വേഗം നിർബന്ധമുണ്ടായിരുന്നു. എല്ലാത്തരം മാറ്റങ്ങളും എല്ലാത്തരം വ്യതിയാനങ്ങളും കൈരളിയിലൂടെ ഞങ്ങൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കണം എന്ന ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഇതുപോലെയുള്ള ആരും കാണാത്തവരെ കണ്ടെത്തിയുള്ള പുരസ്കാരങ്ങൾ നൽകാൻ കൈരളി തീരുമാനിച്ചത്. ചെറിയ ആശയങ്ങളിലൂടെ വലിയ ജീവിതങ്ങൾ പടുത്തുയർത്തിയവരാണ് ഈ ജ്വാല അവാർഡ് ജേതാക്കളെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. കഴിഞ്ഞ 7 ജ്വാല പുരസ്കാരങ്ങളിലൂടെയും കൈരളി TV ലക്ഷ്യം വെച്ചതും ഇതേ സന്ദേശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മൾ വിചാരിക്കും വലിയ വലിയ ഐഡിയ എന്ന് പറയുന്നത് വലിയ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഈ ജേതാക്കളൊക്കെ അവരൊക്കെ പ്രകടിപ്പിക്കുന്നൊരു പ്രത്യേകതയുണ്ട്. അവരുടെ ബിഗ് ഐഡിയ എന്ന് പറയുന്നത് വലിയ സിമ്പിളായിട്ടുള്ള ഐഡിയ, ചെറിയ സിമ്പിളായിട്ടുള്ള ഐഡിയാസിലൂടെയാണ് ഒരുപക്ഷെ അവരുടെ ജീവിതത്തെയും അവരുടെ സമൂഹത്തെയും അവർ മാറ്റിമറിച്ചിട്ടുള്ളത്. അതായിരുന്നു മുൻകാലങ്ങളിലെ 7 ജ്വാല അവാർഡിലും നമ്മൾ കണ്ടിട്ടുള്ളത്. വൈകാരിക നിമിഷങ്ങൾക്കും അവിസ്മരണീയ അനുഭവങ്ങൾക്കും ജ്വാല പുരസ്കാരവേദി സാക്ഷിയായി. പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിത വിജയം നേടുകയും ചുറ്റുമുള്ളവർക്ക് ജീവിതമാർഗമാവുകയും ചെയ്ത ജാസ്മിൻ, ലക്ഷ്യം കാണും വരെ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടോടെ മുന്നേറിയ ലിനി, സമൂഹബോധത്തിന്റെ ശബ്ദമായ മഞ്ജു വാസുദേവൻ, എല്ലാവരും ജ്വാലയുടെ പര്യായങ്ങളായി മാറിയപ്പോൾ ഓരോ സ്ത്രീയും ജ്വാലയായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നതെന്ന് മമ്മൂട്ടി പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ജ്വാലയാണ് സ്ത്രീകൾ. അതുകൊണ്ട് തന്നെയാണ് ജ്വാല എന്ന് ഈ അവാർഡിന് പേരിട്ടത്. നമ്മുടെ ജീവിതത്തിൽ ജ്വാല തരുന്ന പ്രകാശമാണ് സ്ത്രീ. നാളെയുടെ വാഗ്ദാനങ്ങളായ യുവത്വം എന്ന വാക്കിനെ അർത്ഥവത്താക്കിയ യുവസംരംഭകരായ ഹിബ മറിയം മൊയ്തീനെയും കൃഷ്ണക്കരപാത്തിനെയും എടുത്തു പറഞ്ഞുകൊണ്ട് അഭിനന്ദിക്കുവാനും മമ്മൂട്ടി മറന്നില്ല. വികസനത്തിന് വിളിപ്പേരാക്കാൻ പ്രായം ഒരിക്കലും ഒരു തടസ്സമല്ലെന്ന് അവർ തെളിയിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. വേദിയിലും സദസ്സിലും നിറഞ്ഞു നിന്ന പുരുഷാരം ഹർഷാരവത്തോടെയാണ് ജ്വാല അവാർഡ് ജേതാക്കളെ സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.